ശരി, വിനോദ് തുടരുക. വിവിധ മേഖലകളിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി $500 ബില്യൺ കരാറിന് ഇന്ത്യ. പ്രതിരോധം, സാങ്കേതിക വിദ്യ, കൃഷി, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലാണ് സഹകരണം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇന്ന് റൂബിയോ കൂടിക്കാഴ്ച നടത്തും. വിനോദ് തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, $500 ബില്യൺ കരാറാണ് കരാറിനാണ് അമേരിക്കയുമായി ഇന്ത്യ ഒരുങ്ങുന്നത്. അതും ഊർജ്ജം, പ്രതിരോധം അടക്കമുള്ള മേഖലകളിലാണ് ഇത്തരത്തിലുള്ള കരാറ് ഉണ്ടാകാൻ പോകുന്നത്. വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി വരും കാലങ്ങളിൽ സംഭവിക്കുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? അനുശ്രീ, 14 വർഷത്തിന് ശേഷമാണ് ഒരു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യ സന്ദർശിക്കുന്നത്. ഹിലരി ക്ലിൻ്റനാണ് ഇതിനു മുൻപ് സന്ദർശിച്ചത്. അതിനുശേഷം ഇപ്പോൾ മാർക്ക് റൂബിയോ സന്ദർശനം നടത്തുന്നു. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം എത്തിയത്. കൊൽക്കത്തയിലാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. തുടർന്ന് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം $500 ബില്യൺ കരാറിലേക്ക് പോവുകയാണ്. ഇന്ത്യ അങ്ങനെ ഒരു കരാർ ഒപ്പിടുകയാണ്. അമേരിക്കയുമായി സഹകരിച്ചുള്ള പദ്ധതികളാണ്. അതിൽ ഊർജ്ജമുണ്ട്, പ്രതിരോധമുണ്ട്, IT ഉണ്ട്, മറ്റ് പല മേഖലകൾ, സാങ്കേതിക വിദ്യയുണ്ട്, അങ്ങനെ വിവിധ മേഖലകൾ, കാർഷിക മേഖലയുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരത്തെ വന്നത് അമേരിക്കയുമായുള്ള കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന കരാറുകൾ എന്ത്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഉണ്ടാക്കാൻ പോകുന്ന കരാറുകൾ എന്ത് ഈ കാർഷിക മേഖലയെ ബാധിക്കുന്ന തരത്തിലാകുമോ? എന്നാൽ അന്ന് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇന്ത്യയിലെ കർഷകരെ ബാധിക്കുന്ന തരത്തിലുള്ള കരാറുകൾ ഉണ്ടാകില്ല എന്നതാണ്. ഇപ്പോൾ ഈ $500 ബില്യൻ്റെ കരാറിൽ കാർഷിക മേഖലയും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ വിപുലമായൊരു കരാറിലേക്കാണ് പോകുന്നത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓയിലിൻ്റെ കാര്യത്തിൽ ഇറാനെ ഇന്ത്യ ആശ്രയിച്ചിരുന്നു, റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങരുത് എന്ന ഒരു നിർദ്ദേശമാണ് അമേരിക്ക നൽകിയത്. മാർക്ക് റൂബിയോ ഇപ്പോൾ ഈ സന്ദർശനത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഇന്ത്യയോട് എന്തെങ്കിലും അനിഷ്ടമുള്ളത് കൊണ്ടല്ല, ഇങ്ങനെ ലഭിക്കുന്ന സമ്പത്ത് ഉപയോഗിച്ച് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ആ തരത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക്, അമേരിക്കയുമായി എതിർത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ സഹായം നൽകാൻ റഷ്യയുടെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടാകുന്നു. അതുകൊണ്ട് അതിനെ ചെറുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇന്ത്യക്ക് ഒരു നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ട്. അത് പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക തന്നെ അതിന് അനുമതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ യുദ്ധം തുടർന്നാലും ഇല്ലെങ്കിലും ഇനിയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്ന ഒരു കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ പോവുകയാണ്. അതിനിടെയാണ് സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയിലേക്ക് വന്നത്, ഇങ്ങനൊരു വലിയ കരാറിന് തയ്യാറായത്. ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപം അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല, വെനസ്വേലയുടെ പുതിയ പ്രസിഡന്റ് അധികം വൈകാതെ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. കാരണം വെനസ്വേലയുടെ മുൻ പ്രസിഡന്റിനെ നേരത്തെ തന്നെ അമേരിക്ക പിടികൂടുകയും ഇപ്പോൾ വെനസ്വേല പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യമായി മാറുകയും ചെയ്തിട്ടുണ്ട്. വെനസ്വേലയിൽ നിന്ന് ഓയിൽ വാങ്ങണമെന്ന നിർദ്ദേശമാണ് ഇന്ത്യക്ക് നേരത്തെ അമേരിക്ക നൽകിയത്. അതിന് നമ്മുടെ റിഫൈനറീസിനെ മാറ്റം വരുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരു വശത്ത്. ആ തരത്തിൽ ഊർജ്ജ മേഖലയിൽ അമേരിക്കയുമായി വലിയ ധാരണയിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെയാണ് റിലയൻസിൻ്റെ അടക്കം നിക്ഷേപം അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. അദാനിക്കെതിരെയുള്ള നിരവധി കേസുകൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് അമേരിക്ക ഒഴിവാക്കുന്ന നിലയുണ്ട്. അങ്ങനെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വ്യവസായം അല്ലെങ്കിൽ അങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി പാത സുഗമമാവുകയാണ്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനീസ് സന്ദർശനം അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇന്ത്യയും ചൈനയുമായി കുറച്ചുകൂടി ഊഷ്മളമായ ഒരു രീതിയിലേക്ക് എത്താൻ അമേരിക്ക ശ്രമിക്കുന്നു. അവിടെ റഷ്യയെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് അമേരിക്കയുടെ നീക്കം. മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു നയതന്ത്ര ഇടപെടലിലേക്ക് പോകുന്നു. ഇന്ന് എസ് ജയശങ്കർ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 4 ദിവസമാണ് ജയ്പൂർ, ആഗ്ര തുടങ്ങിയ സ്ഥലങ്ങൾ കൂടി റൂബിയോ സന്ദർശിക്കും. അനുശ്രീ, അതുതന്നെയാണ് വിനോദ്. ഇന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി കൂടി മാർക്കോ റൂബിയോ കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ചർച്ചകൾ നടക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിലുണ്ടല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്കുകൾ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിൽ ഒരു എതിർപ്പോ വിദ്വേഷമോ ഒന്നും തന്നെ അമേരിക്കയ്ക്കില്ല. ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇന്ത്യ എന്ന് പറയുന്നത് മാത്രമല്ല, എന്തുകൊണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് നിയന്ത്രണം കൊണ്ടുവന്നു, അത് ഇന്ത്യയോടുള്ള എതിർപ്പ് കൊണ്ടല്ല, മറിച്ച് റഷ്യ ഈ സമ്പത്ത് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അവർ ഈ യുക്രൈനെ ആക്രമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ പണം ചിലവഴിക്കുന്നു. മാത്രമല്ല, ഇറാന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്ന രാജ്യം റഷ്യയാണ്. അവരുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ സംവിധാനങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങൾ, അതെല്ലാം തന്നെ, ഈ ഡ്രോണുകളെല്ലാം തന്നെ റഷ്യൻ നിർമ്മിത വസ്തുക്കളാണ്. ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ തന്നെ ആണവരാജ്യമാകാനുള്ള ഇറാൻ്റെ നീക്കങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയ ബലം പകരുന്നത് റഷ്യയാണ്. ഈ സംഘർഷം മൂർച്ഛിക്കുന്ന ഒരു ഘട്ടത്തിൽ റഷ്യ പറഞ്ഞത് സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾ സ്വീകരിച്ചു കൊള്ളാമെന്നാണ്. അതായത് റഷ്യയിൽ നിന്ന് വലിയ സഹായം ഇറാൻ ലഭിക്കുന്നു, അത് തടയുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ താല്പര്യം. അതിനുവേണ്ടി ഇന്ത്യക്ക് മേൽ ചില
സമ്മർദ്ദങ്ങൾ കൊണ്ടുവരുന്നു. നമ്മൾ താരിഫ് യുദ്ധത്തിലൊക്കെ കണ്ടതാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനുമൊക്കെ വലിയ തോതിൽ താരിഫ് ഉയർത്തി. അതിൽ ഇന്ത്യയും ചൈനയും ഒക്കെ തന്നെ ആ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ റഷ്യയുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിലാണെന്ന് മാർക്ക് റൂബിയോ പറയുന്നു. നമുക്ക് ട്രംപിനെ പോലെ അല്ല, കുറച്ചുകൂടി സ്ഥിരതയുള്ള ഒരു നേതാവാണ് റൂബിയോ, അല്ലെങ്കിൽ അവരുടെ വൈസ് പ്രസിഡന്റ്. അങ്ങനെയുള്ള ആളുകൾ പറയുന്നതിന് കുറച്ചുകൂടി സ്ഥിരതയുണ്ട്. ട്രംപ് ആകട്ടെ ഓരോ ദിവസവും പല പല നിലപാടുകളാണ് പറയുന്നത്. അങ്ങനെ JD വാൻസ് അദ്ദേഹം വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹമൊക്കെ യുദ്ധത്തിൻ്റെ കാര്യത്തിലും അത് സമാധാനപരമായി തീർക്കുന്ന കാര്യത്തിലും, എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇറാൻ ആണവശക്തി ആകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിനൊരു സ്ഥിരതയുണ്ട്. പക്ഷേ ട്രംപിന് അങ്ങനെ ഒരു സ്ഥിരതയില്ല. പല ദിവസം പല നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ റൂബിയോയുടെ കാര്യത്തിലൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്, കുറച്ചുകൂടി വ്യക്തതയുള്ള കാര്യമാണ്. ട്രംപിനെ പോലെയല്ല, കുറച്ചുകൂടി വാക്കുകളിലും നിലപാടിലും സ്ഥിരതയുള്ള നേതാക്കൾ, അമേരിക്കയുടെ നേതാക്കളുണ്ട്. അവർ ഇന്ത്യയോട് കൂടുതൽ സൗഹൃദം കാണിക്കുന്നു എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. അനുശ്രീ. ശരി, വി വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.